ഹലോ ഫ്രണ്ട്സ്, ക്ലിയർ വ്യൂ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോളിടെക്നിക് ഫിസിക്സ് സെമസ്റ്റർ 1 ചാപ്റ്റർ 3 രണ്ടാമത്തെ ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. അതായത് വർക്ക് എനർജി ആൻഡ് പവർ എന്ന മൊഡ്യൂളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. എന്താണ് വർക്ക്, അല്ലെങ്കിൽ വർക്ക് എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. വർക്ക് എപ്പോഴും എന്താണ്, എനർജി ആയിട്ട് കണക്റ്റഡ് ആണ്. അതായത് എനർജി ആയിട്ട് വർക്കിന് എപ്പോഴും ഒരു ബന്ധമുണ്ട്. അതായത് എപ്പോഴാണ് വർക്ക് നടക്കുന്നത്, അപ്പോഴൊക്കെ എനർജി ട്രാൻസ്ഫർ ആകുന്നുണ്ട്. അപ്പോൾ ഒരു വർക്ക് നടക്കുന്നു എന്ന് പറയണമെങ്കിൽ എന്ത് വേണം, അവിടെ ഒരു ഫോഴ്സ് നടക്കണം അല്ലെ. ആ ഫോഴ്സ് നടന്നാൽ മാത്രം മതിയോ? പോരാ. ആ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് കൂടി ഉണ്ടാവുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, അവിടെ വർക്ക് നടന്നു എന്ന് പറയുന്നത്. ഇനി വർക്കിനെ നമുക്ക് എങ്ങനെ എഴുതാം? വർക്കിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് W വെച്ചിട്ടാണ്. അപ്പൊ W ഈക്വൽ ടു, നമ്മൾ പറഞ്ഞു വർക്ക് എന്താണ്, ഫോഴ്സ് ആണ് അല്ലെ. ഫോഴ്സ് എത്ര എടുക്കുന്നു അതിന്റെ കൗണ്ട് ആണ് വർക്ക്. ഫോഴ്സ് മാത്രം മതിയോ? പോരാ. ആ ഫോഴ്സ് കാരണം ആ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് കൂടി നോക്കണം അല്ലെ. അപ്പൊ നമുക്ക് W ഈക്വൽ ടു F ഇൻറ്റു S, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ W എന്താണ്? W എന്ന് വെച്ചാല് വർക്ക് ഡൺ ആണ്. ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ് W. F എന്താണ്? F എന്ന് വെച്ചാല് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഓക്കെ. ദെൻ എന്താണ് S? S എന്ന് വെച്ചാല് ഈ ഫോഴ്സ് കാരണം ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ്, അതാണ് S. സോ W ഈക്വൽ ടു F ഇൻറ്റു S. ഇതാണ് നമ്മുടെ വർക്കിന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഡയമെൻഷൻ വേണം അല്ലെ. വർക്കിന്റെ ഡയമെൻഷൻ എന്താണ്? വർക്കിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് mL² T raised to -2. ഇതാണ് വർക്കിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് എന്താണ്? വർക്കിന്റെ യൂണിറ്റ്, വർക്ക് നമ്മള് ജൂളിലാണ് പറയാ. ഏതിലാണ് പറയാ? ജൂൾ. വർക്കിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ. അതുപോലെ ഒരു ജൂൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ജൂൾ എന്ന് വെച്ചാല് ഒരു ന്യൂട്ടൺ ഫോഴ്സ് ഒരു ഡിസ്പ്ലേസ്മെന്റ്, അതായത് 1 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ എടുത്ത വർക്ക്, ആ വർക്കാണ് 1 ജൂൾ എന്ന് പറയുന്നത്. അതായത് വർക്ക് ഡൺ ബൈ 1 ന്യൂട്ടൺ ഫോഴ്സ് ആൻഡ് വിത്ത് എ ഡിസ്പ്ലേസ്മെന്റ് 1 മീറ്റർ. ഓക്കെ. അതായത് 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ട് 1 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് 1 ജൂൾ. ആ വർക്കിനെ പറയുന്ന പേരാണ് 1 ജൂൾ. ഓക്കെ. ഇനി ഇതാണ് നമ്മുടെ ഫോഴ്സ് എന്ന് വിചാരിക്കുക. ഓക്കെ. പക്ഷെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വേറെയാണ്. അതായത് ഫോഴ്സിന്റെ ഡയറക്ഷനിലല്ല ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ അവർ തമ്മിൽ എന്തുണ്ടാവും, ഒരു ആംഗിൾ ഡിഫറൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തു അല്ലെ. ഈ ഒരു കേസിൽ നമ്മുടെ വർക്ക് എങ്ങനെയാ പറയാന്ന് വെച്ചാല്, ഈ ആംഗിളിനെ നമ്മൾ തീറ്റ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ വർക്ക് നമുക്ക് എങ്ങനെ പറയാം? W ഈക്വൽ ടു F S cos തീറ്റ എന്ന് പറയാം. ഓക്കെ. അതായത് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ്, പിന്നെ എന്താണ്, കോമ്പണന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഡിസ്പ്ലേസ്മെന്റിന്റെ എന്താണ്, കോമ്പണന്റ് ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് കോമ്പണന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോ എങ്ങനെ പറയാം? W ഈക്വൽ ടു F S cos തീറ്റ എന്ന് പറയാം. ഇതാണ് നമ്മുടെ വർക്കിന്റെ വേറെ ഒരു ഇക്വേഷൻ. അപ്പൊ വർക്കിന് 2 ഇക്വേഷനാണ് കിട്ടിയത്. ഒന്ന് വർക്കും ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ W ഈക്വൽ ടു F ഇൻറ്റു S എടുക്കും. അവർ തമ്മിൽ ഒരു എന്താണ്, അവരുടെ ഡയറക്ഷനിൽ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ, അതായത് വർക്കിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷനിലല്ല ഡിസ്പ്ലേസ്മെന്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ പറയാം? W ഈക്വൽ ടു F S cos തീറ്റ. കോസ് തീറ്റ എന്ന് വെച്ചാല് എന്താണ്, കോമ്പണന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ കോമ്പണന്റ് ആണ് കോസ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ യൂണിറ്റ് പറയുകയാണെങ്കിൽ CGS നമുക്കറിയാം, അതൊരു സിസ്റ്റം ആണ് അല്ലെ, നമ്മുടെ യൂണിറ്റ് സിസ്റ്റം ആണ്. അപ്പൊ CGSല് വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എർഗ് ആണ്, ERG. ഓക്കെ. അപ്പൊ 1 എർഗ് എന്ന് വെച്ചാല് 10⁻⁻7 ജൂൾ ആണ് 1 എർഗ് എന്ന് വെച്ചാല്. ഓക്കെ. അപ്പൊ 1 എർഗ് എന്ന് വെച്ചാല് 10⁻⁻7 ജൂൾ ആണ്. ഇനി വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും പ്രൊഡക്റ്റ് ആണ്. ഓക്കെ. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം.
ഇനി എന്താണ് പവർ? പവർ എന്ന് വെച്ചാൽ ഒരു നിശ്ചിത സമയത്തിൽ എത്ര വർക്ക് ചെയ്തു എന്ന് കാണുന്നത് അല്ലെങ്കിൽ എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ പവർ എന്ന് പറയാ. അതായത് പവർ ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. ഒരു നിശ്ചിത സമയത്തിൽ എത്രമാത്രം വർക്ക് ചെയ്തു എന്നതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ നോക്കുന്നത് പവറിലാണ്. ഓക്കെ, അപ്പൊ പവറിന്റെ ഇക്വേഷൻ P ഈക്വൽ ടു വർക്ക് ഡൺ ഇൻ ടൈം അല്ലേ. സോ W/T, വർക്ക് ബൈ ടൈം. അപ്പൊ P എന്താണ്? W/T ആയിട്ട് മാറി. ഇനി ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? വർക്കിന്റെ യൂണിറ്റ് എന്താണ്? നമുക്കറിയാം ജൂൾ ആണ്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പൊ ജൂൾ ബൈ സെക്കൻഡ് എന്ന് പറയാം. അതിന് നമുക്ക് വേറൊരു രീതിയിൽ കൂടി പറയാം, അതാണ് വാട്ട്. അപ്പൊ പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ആണ് പവറിന്റെ യൂണിറ്റ്. ഇനി CGS യൂണിറ്റ് സിസ്റ്റം ആണെങ്കിൽ പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എർഗ് പെർ സെക്കൻഡ്. അതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായില്ലേ? വർക്കിന്റെ യൂണിറ്റ് എന്താണ് CGS-ൽ? എർഗ് ആണ്. സോ എർഗ് ബൈ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ഇതാണ് CGS-ലുള്ള യൂണിറ്റ്. ഇനി മറ്റ് സിസ്റ്റത്തിൽ നമുക്ക് പവറിന് വേറൊരു യൂണിറ്റ് ഉണ്ട്, അതാണ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഹോഴ്സ് പവർ ആണ് പവറിന്റെ വേറൊരു യൂണിറ്റ്. അപ്പോ അത് ഏകദേശം അപ്രോക്സിമേറ്റ് പറയുകയാണെങ്കിൽ 746 വാട്ട് ആയിട്ട് വരും. 1 ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ 746 വാട്ട് ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഇനി ഇതിന്റെ ഡയമെൻഷൻ, പവറിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് mL²T⁻³ ആണ്. ഓക്കെ, അപ്പോ എനർജിന്റെ നമ്മളിപ്പോ പറഞ്ഞ വർക്കിന്റെ എന്തായിരുന്നു? mL²T⁻². പവറിന്റെ എന്താണ്? mL²T⁻³ ഇനി വർക്ക് എന്ന് പറഞ്ഞാല് നമുക്കറിയാം W ഈക്വൽ ടു എന്താണ്? F ഇൻറ്റു S ആണ് അല്ലെ. അപ്പൊ നമുക്ക് പവർ എങ്ങനെ എഴുതാം? പവർ എന്ന് വെച്ചാൽ എന്താണ്? F ഇൻറ്റു S/T എന്ന് എഴുതിക്കൂടെ? കാരണം വർക്കിന് പകരം W/T ആണ് P. അപ്പൊ Pക്ക് Wക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? F.S കൊടുക്കാം. അപ്പൊ എങ്ങനെ എഴുതാം? FS/T എന്ന് എഴുതാം. നമുക്കറിയാം വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടേമിനെ നമുക്ക് വെലോസിറ്റി ആയിട്ട് എടുത്തൂടെ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി? P ഈക്വൽ ടു F.V അല്ലെ. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് വന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇതും എന്താണ്? പവറിന്റെ ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു പവറിനെ പറ്റിയിട്ട്. അപ്പൊ പവർ എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. അതായത് എത്ര മാത്രം വർക്ക് എത്ര ടൈമിൽ ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ കാൽക്കുലേഷൻ ചെയ്യാനാണ് നമ്മൾ പവർ എന്ന് പറയുന്ന യൂണിറ്റ് എടുക്കുന്നത്. ഓക്കെ, പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടിലാണ് പറയാ. പിന്നെ എന്തിൽ പറയാം? ഹോഴ്സ് പവറിൽ പറയാം. അതുപോലെ CGS ആണെങ്കിൽ എർഗ് ബൈ സെക്കൻഡ്, അതായത് എർഗ് ബൈ S ടൈം, അതും കൂടി പറയാം. പിന്നെ പവറിന്റെ വേറെ ഇക്വേഷൻസ് എന്തൊക്കെയാണ്? W/T നമുക്ക് പറയാം, P ഈക്വൽ ടു W/T പറയാം, അല്ലെങ്കിൽ P ഈക്വൽ ടു F ഇൻറ്റു V എന്ന് പറയാം. ഓക്കെ, ഇനി ഡയമെൻഷൻ mL²T⁻³ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. എനർജി എന്താണ്? എനർജി എന്ന് വെച്ചാല് ഒരു വർക്ക് ചെയ്യാൻ ഒരു ബോഡിക്കുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ എനർജി എന്ന് പറയാം. അതായത് ഒരു വർക്ക് ചെയ്യാൻ ഒരു ബോഡിക്ക് വേണ്ടുന്ന കപ്പാസിറ്റി, ആ കപ്പാസിറ്റിനെ പറയുന്ന പേരാണ് എനർജി എന്നുള്ളത്. ഓക്കെ, എനർജി എന്ന് പറയുന്നത് ഏതിലാണ് മെഷർ ചെയ്യുന്നത്? എനർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടു. ജൂൾ ആരുടെ യൂണിറ്റ് ആണ്? ജൂള് വർക്കിന്റെ യൂണിറ്റും കൂടിയാണ് അല്ലെ. അപ്പൊ എനർജി എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് ജൂൾ ആണ്. അതുപോലെ ഡയമെൻഷൻ എന്താണ്? ഡയമെൻഷൻ എന്ന് പറയുന്നത് എനർജിയുടെ mL²T⁻². ഇത് ആരുടെയാണ് യൂണിറ്റ്? ഇത് ആരുടെ ഡയമെൻഷൻ ആണ്? ഇതും വർക്കിന്റെ ഡയമെൻഷൻ ആണ്. ഓക്കെ, അപ്പോ എനർജിന്റെ യൂണിറ്റും അതുപോലെ ഡയമെൻഷനും ആരൊക്കെ ഈക്വൽ ആണ്? വർക്കിന് ഈക്വൽ ആണ്. ഇനി നമ്മുടെ എനർജിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കൈനറ്റിക് എനർജി, ഇതിനെ പറ്റി നമുക്ക് ഇനി അടുത്തത് പഠിക്കാനുള്ളത്. രണ്ടാമത്തത് പൊട്ടൻഷ്യൽ എനർജി. എന്തൊക്കെയാണ്? കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ നമുക്ക് ആദ്യം പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നോക്കാം. പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാല് ഒരു ബോഡിയുടെ പൊസിഷനെ വെച്ച് പറയുന്നതാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി. ഒരു ബോഡിയുടെ പൊസിഷനിലുള്ള എനർജി നമ്മൾ പൊട്ടൻഷ്യൽ എനർജി വെച്ച് പറയും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹൈറ്റിൽ സ്റ്റോർ ചെയ്ത, ഒരു നിശ്ചിത ഹൈറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ച വാട്ടർ. ഓക്കെ, പിന്നെ എന്താണ്? ഒരു സ്ട്രെച്ച് ചെയ്ത് വെച്ച റബ്ബർ ബാൻഡ്. ഇതൊക്കെ നമുക്ക് എന്ത് പറയാം? അവരിലൊക്കെയുള്ള എനർജിനെ എന്ത് പറയാം? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് പറയാം. അവിടെയൊക്കെ ആക്ട് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം H ഹൈറ്റിലുള്ള ഒരു ബോഡി ആണെന്ന് വിചാരിക്കും. ഓക്കെ, ആ ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് M ആണ്.
അപ്പോൾ h ഹൈറ്റിലുള്ള m മാസുള്ള ഒരു ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിയിലേക്ക് ആ എന്താ പറയാ ആ ഹൈറ്റിലോട്ട് ആ ബോഡീനെ എർത്തിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ഹൈറ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ആ ബോഡി നിൽക്കണമെങ്കിൽ അതിനെടുത്ത ഗ്രാവിറ്റിക്ക് ഈക്വൽ ആയിരിക്കും ഈ ബോഡിയിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എർത്തിന്റെ ഗ്രൗണ്ട് സർഫസിൽ നിന്ന് h ഹൈറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബോഡീനെ ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബോഡിയുടെ മാസ് m ആണെങ്കിൽ ആ ബോഡീനെ h ഹൈറ്റിൽ ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ h ഹൈറ്റിൽ ലിഫ്റ്റ് ചെയ്ത് വെച്ച ഈ ബോഡീയുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ ഈ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രമാത്രം ഗ്രാവിറ്റി ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ ഗ്രാവിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എങ്ങനെ പറയാം? p എന്ന് വെച്ചാല് m ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു നമ്മൾ അപ്ലൈ ഇവിടെ ആവശ്യം വന്ന ഗ്രാവിറ്റി g. ഓക്കെ, അപ്പൊ ഇതിന് മൂന്നിന്റെയും പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിന്റെ ഡയമെൻഷൻ എന്താണ്? എനർജിന്റെ ഡയമെൻഷൻ തന്നെയാണ് ml²T⁻². പിന്നെ എന്താണ് പൊട്ടൻഷ്യൽ എനർജിന്റെ പ്രത്യേകത? ഇതൊരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. എന്താണ് സ്കെലാർ ക്വാണ്ടിറ്റി? സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാല് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഒബ്ജക്ട്സ് അല്ലെ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് പറയാം. അപ്പൊ വെക്ടർ ക്വാണ്ടിറ്റി എന്താണ്? മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, അതുപോലെ ആ ക്വാണ്ടിറ്റിക്ക് ഒരു ഡയറക്ഷനും ഉണ്ടാവും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? അതൊരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എനർജി നോക്കാം. കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബോഡിയുടെ മോഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജിനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അതായത് ഒരു ബസ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ബസ്സിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന് എന്തുണ്ട്? ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. അങ്ങനെ ഒരു മൂവ്മെന്റിലുള്ള ഒരു എനർജി, ആ മൂവ്മെന്റിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ എനർജിനെ നമുക്ക് കൈനറ്റിക് എനർജി ആയിട്ട് പറയാം. ഇനിയിപ്പോ കൈനറ്റിക് എനർജി നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ KE ലാണ്. അപ്പോൾ അത് സ്റ്റാൻഡേർഡ് ഒന്നല്ല, നമ്മൾ യൂസ് ചെയ്യുന്നത് KE എന്ന് വെച്ചിട്ടാണ്. അപ്പൊ KE ഇവിടെ ഞാൻ കൈനറ്റിക് എനർജി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇപ്പൊ മാസ് എന്ന് പറയുന്നതാണ് m ആയിട്ട് എടുത്തിട്ടുള്ളത്. അതായത് ആ മൂവ് ചെയ്യുന്ന ബോഡിയുടെ മാസ് m ഉം ആ ബോഡിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് v ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി KE = 1/2 m × v². ഓക്കെ, ½ mv². ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. പൊട്ടൻഷ്യൽ എനർജി എന്താണ്? PE = mgh. ഇവിടെ കൈനറ്റിക് എനർജി എന്താണ്? ½ m × v². ഈ കൈനറ്റിക് എനർജി എന്തിന് ഇൻഡിപെൻഡന്റ് ആണ്? ഡയറക്ഷൻ ഓഫ് മോഷൻ. അതായത് ഏത് ഡയറക്ഷനിലോട്ടാണോ അത് ഫ്ലോ ചെയ്യുന്നത്, ഏത് ഡയറക്ഷനിലോട്ടാണോ ഒരു ബോഡി മൂവ് ചെയ്യുന്നത്, ആ ഡയറക്ഷന് ഇൻഡിപെൻഡന്റ് ആണ് ആര്? കൈനറ്റിക് എനർജി. അതുപോലെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിനെ പറഞ്ഞ പോലെ തന്നെ എന്ത് ക്വാണ്ടിറ്റി ആണ്? അതൊരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇപ്പൊ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി സ്കെലാർ ക്വാണ്ടിറ്റീസ് ആണ്. കൈനറ്റിക് എനർജിന്റെ ഡയമെൻഷൻ നേരത്തെ പറഞ്ഞത് തന്നെ ml²T⁻² ആണ്. ഓക്കെ, നമ്മളപ്പോ എനർജിനെ പറ്റി പഠിച്ചു. അതിൽ പൊട്ടൻഷ്യൽ എനർജി എന്താന്ന് നോക്കി, കൈനറ്റിക് എനർജി എന്താന്ന് നോക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം നോക്കാം. എന്താണ് കൈനറ്റിക് എനർജി മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ? ഈ റിലേഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബോഡീനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതൊരു ബോഡി ആയിക്കോട്ടെ. അപ്പൊ ഈ ഒരു ബോഡിയുടെ മാസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? m ആയിട്ട് എടുക്കാം. അതുപോലെ ആ ബോഡിയുടെ വെലോസിറ്റിനെ നമുക്ക് v ആയിട്ടും എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്? മൊമെന്റം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് p യിലാണ് അല്ലെ? അപ്പൊ p = m × v. ഓക്കെ അല്ലെ? മാസ് ഇൻറ്റു വെലോസിറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷൻ നമ്പർ 1ന് നമുക്ക് കൊടുക്കാം 1 ആയിട്ട്. അപ്പൊ ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾ ഇനി സ്ക്വയർ ചെയ്യാണ്. സ്ക്വയർ ചെയ്യുമ്പോൾ എങ്ങനെ വരും? p² = m² × v² എന്ന് വരും ഇല്ലേ? ഇനി നമുക്ക് ഈ ഹോൾ ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ ആയിക്കോട്ടെ, ഈ ഹോൾ ഇക്വേഷൻ നമുക്ക് ഡിവൈഡഡ് ബൈ 2m ചെയ്യാം. എന്തെങ്കിലും മാറ്റം വരും ഇക്വേഷന്? ഒന്നും വരില്ല, കാരണം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഒരുപോലെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ എന്തായി മാറി? p² / 2m = m²v²/2m എന്ന് വന്നു. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള ടേംസ് ക്യാൻസൽ ചെയ്യാം. ഇവിടെ m ഉം ഇവിടെ ഒരു സ്ക്വയറും ഉണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്തു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? p² / 2m = എന്തായിട്ട് വന്നു? 1/2 ഒരു m ഇവിടെ ബാക്കിയുണ്ട് അല്ലെ? m × v² എന്ന് വന്നു. ഓക്കെ അല്ലേ? 1/2 m × v² എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോ ഓൾറെഡി കണ്ടു, അത് കൈനറ്റിക് എനർജി ആണ് അല്ലെ? കൈനറ്റിക് എനർജിനെ നമുക്ക് KE എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ വെറും എനർജി ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോ എന്തായി? p² / 2m എന്ന് വെച്ചാല്
E ആയിട്ട് കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ഇനി ഇവിടെ നമുക്ക് എനർജിന്റെ ഇത് കണ്ടുപിടിച്ചൂടെ? എനർജിന്റെ ഇക്വേഷൻ E ഈക്വൽ ടു എന്ത് വന്നു? P²/2m. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? മൊമെന്റ് ആണ് കാണേണ്ടത് അല്ലെ? അപ്പൊ മൊമെന്റ് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2m നെക്സ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം. അപ്പോ P²/E ഈക്വൽ ടു 2m. Then P² ഈക്വൽ ടു E into 2m. ഈ ഒരു ഇത് ആവശ്യമില്ല. P² ഈക്വൽ ടു E into 2m. Then നമുക്ക് എന്താ വേണ്ടേ? P ആണ്. P ഈക്വൽ ടു സ്ക്വയർ ഇപ്പുറം പോകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകുമ്പോൾ എന്താവും? √2me എന്നാവും. ക്ലിയർ ആയില്ലേ? അപ്പൊ P യുടെ ഇക്വേഷൻ കിട്ടി. P ഈക്വൽ ടു √2me കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം ചോദിച്ചാൽ ചെയ്യേണ്ടത്? ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. P ഈക്വൽ ടു √2me. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇനി ബാക്കി ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു എന്നൊന്ന് ജസ്റ്റ് ഇതാകാം. നമ്മൾ ഇന്ന് വർക്ക്, അതുപോലെ പവർ, ദെൻ എനർജി, ഈ 3 ടേംസിനെ പറ്റി പഠിച്ചു. അതിൽ എനർജിയിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയും പഠിച്ചു, ദെൻ എനർജിയിൽ കൈനറ്റിക് എനർജി പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത് റിലേഷൻ ആയിരുന്നു. റിലേഷൻ ബിറ്റ്വീൻ മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി നമ്മൾ നോക്കി അല്ലെ? പിന്നെ എന്താണ് ഈ ഇതിൽ നമ്മൾ പഠിച്ചത്? ഈ ഒരു 3 ടേംസിന്റെ, അതായത് വർക്ക്, പവർ, എനർജിയുടെ യൂണിറ്റ്, ഡയമെൻഷൻ, ഡെഫിനിഷൻ, ഇക്വേഷൻ, ഈ 4 കാര്യങ്ങളും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതിൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.